ദേശീയപാതയ്ക്ക് വേണ്ടി മുഹമ്മദ് റിയാസ് ഈ പിണറായി വിജയന്റെ മരുമോനല്ലേ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ എന്താണ് വകുപ്പെന്ന് അറിയില്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവരായി നിങ്ങളൊക്കെ വളർന്നു വരണമെന്നാണ് പറയാനുള്ളത്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം. ഈ പൈപ്പ് ലൈനെ കുറിച്ചും ജലം ആളുകളിലേക്ക് എത്തുന്നതിനെ കുറിച്ചും വലിയ വ്യാകുലരായി സംസാരിക്കുന്ന കേട്ടോ. നിങ്ങളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇൻഡോർ മാന്ദ്ര എന്ന് പറയുന്നത് കേട്ടല്ലോ. ഇൻഡോറിലെ ആ പൈപ്പ് ലൈൻ പൊട്ടി എത്ര പേര് മനുഷ്യന് മരിച്ചു? അതിനൊന്നുമില്ലേ? പിന്നെ കുറച്ചു മുമ്പേ സംസാരിച്ചു നിങ്ങളുടെ ഗടഗീതമൊക്കെ ദേശീയ ഗാനമാക്കിയിട്ടുണ്ടെന്ന്. മണ്ടത്തരം പറയാതെ ഭരണഘടനാപരമായിട്ട് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ പറഞ്ഞിട്ട് കേട്ടിട്ട് പോയാൽ മതി. മുമ്പ് പറഞ്ഞിരുന്നു ഗണഗീതം ദേശീയ ഗാനമാണോ നിങ്ങൾ പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. നീ ഒന്നും പണയണ്ട. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് സേനാനികൾ ഗണഗീതമൊക്കെ അങ്ങ് ശാഖയിലും അമ്പലത്തിലും പോയി പാടിയാൽ മതി. ഇത് ഈ രാജ്യം ഇന്ത്യയാണ് കേട്ടല്ലോ. ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല, മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. പിന്നെ പറയാനുള്ളത് പൊതുമരാമത്ത് ബിജെപിയുടെ ആളോടാണ് ചോദിക്കാൻ എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. നിങ്ങളുടെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ മരുമകൻ എന്നൊരു വിശേഷണം ചേർത്ത് വിളിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹെഡ് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോ മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. ദേശീയപാതയ്ക്ക് വേണ്ടി മുഹമ്മദ് റിയാസ് ഈ പിണറായി വിജയന്റെ മരുമോനല്ലേ? പിണറായി വിജയന്റെ മരുമോനല്ലേ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. ശരിക്കും ഇളകി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ എന്താണ് വകുപ്പെന്ന് അറിയില്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവരായി നിങ്ങളൊക്കെ വളർന്നു വരണമെന്നാണ് പറയാനുള്ളത്. അവളുടെ അമ്മൂമ്മയുടെ പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ. പിന്നെ ദേശീയപാതയ്ക്ക് വേണ്ടി 5580 കോടിയാണ് മുടക്കിയത്. ആ അദ്ദേഹത്തെ ഈ ദേശീയപാത ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നാ പിന്നെ KPCCയുടെ അധ്യക്ഷനെ വിളിക്കണം. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എന്നിട്ട് പറയുന്നു മരുമകൻ എന്ന്. ഈ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒരു ദേശീയപാതയുടെ ഉദ്ഘാടനത്തിന് വിളിക്കാതെ നിങ്ങൾ സാമാന്യ ബോധം. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നു. ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആലോചനപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ പേരാണ് കുമാര. അനക്ക് കുറച്ച് വർഗീയത കൂടുതലുണ്ട്. ഈ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ എന്താണ് അതിന്റെ എന്താണ് അതിന്റെ തൊഴിൽ, അതിന്റെ ജോലി എന്താണെന്ന് സാമാന്യബോധമായി ചിന്തിക്കേണ്ട സാമാന്യബോധമുള്ളവരായിട്ട് ഈ കേരളത്തിലെ സംഘികൾ വളർന്നു വന്നാൽ കൊള്ളാം. ഞാൻ ചിരിച്ചു പോയനെ. ഈ രാജ്യത്തെ ജനങ്ങളെ ആദ്യം നിങ്ങൾ നോട്ടിന് വേണ്ടി ക്യൂ നിർത്തി, രണ്ടാമത് ഓക്സിജൻ സിലിണ്ടർ, ഇപ്പൊ വന്നിട്ട് ഗ്യാസ് സിലിണ്ടർ. എത്ര നാൾ ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾ ക്യൂ നിർത്തും? മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാർ പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. ഈ ചോദ്യത്തിന്റെ ബാക്കിയാണ്. യുദ്ധമൊന്നും BJP ഉണ്ടാക്കിയ യുദ്ധമല്ല. ആ യുദ്ധത്തിന്റെ ഫലമായിട്ട് ചില പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതിലെ വളരെ ചെറിയ ശതമാനം കെടുതി മാത്രമാണ് ഇന്ത്യ അനുഭവിക്കുന്നത്. അത് വല്ല ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കാളിയ മണ്ടത്തരം പറയല്ലേ. സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ മരുമോനാണ് മണ്ടത്തരം പറയാറ വെട്ടി വെളിച്ചെണ്ണാണോ വണ്ടി ഓടുന്നത്? ഒരു ദിവസം എത്ര ലിറ്റർ വെളിച്ചെണ്ണ വേണം ഒരാൾക്ക്? വണ്ടി ഓടുന്ന എത്ര ലിറ്റർ പെട്രോൾ വേണം? ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? എന്റെ ശോഭാ സുരേന്ദ്രൻ ഒരു ഗ്യാസ് കുറ്റിയുമായിട്ട് എടുത്തോണ്ട് ഒരു സമരത്തിന് പോയിരുന്നു. അന്ന് വനിതാ നേതാക്കളെല്ലാം പുറകെ പോയി. ഇന്ന് എവിടെ പോയി? ശോഭാ സുരേന്ദ്രനും വേണ്ട, BJPയുടെ വനിതാ നേതാക്കൾ ആർക്കും ഗ്യാസിന് വിലയില്ലേ? എന്തിനാ വിവരക്കേട് എന്നെ? എന്ത് പറഞ്ഞാലും കക്കൂസിന് വേണ്ടിയാണോ പറയുന്നത്? എത്ര കക്കൂസ് അവിടെ കേരളത്തിൽ വേണ്ടത്? വിവരമില്ലാത്തൊരു കറഞ്ഞ കാലമ്പും. കാരണം ഇവിടെ ഇന്ന് ഒരാൾ പറഞ്ഞു കുറച്ച് പെണ്ണുങ്ങളെ അലമ്പാൻ ഇറക്കിക്കും ഞങ്ങളെയാ. ആ
മാന്യതയില്ലാത്ത ഭാഷ അത് CPM-ന്റെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഇവിടെ അടിയും കഴിഞ്ഞ പ്രാവശ്യം കഴിവര് തന്നെ ആയിരുന്നു അടി. അതോട് ഞാൻ അത് വിട്ടു. അലമ്പന്മാരെന്തോ അലമ്പും. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ ഞങ്ങളെല്ലാം ഒതേനന്റെ നാട്ടുകാരാ. ഒതേനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം.